ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചന്തയിൽ പോകുന്ന ചെറിയൊരു വ്ളോഗാണ്. ഹലോ ഗായ്സ്, ഞങ്ങൾ പാലത്തുള്ള ഉത്സവത്തിന് പോവുകയാണ്. ഇന്ന് സൺഡേ ആണ്, ചൊവ്വാഴ്ച വരെയാണ് അവിടെ പരിപാടി ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പോകാനുള്ള പരിപാടിയാണ്. അല്ലൂന് എന്താ വേണ്ടേ പറയ്. എന്തിലാ കേറണ്ടേ? ആകാശത്തോണി കേറണോ? ഓനെന്തൊരു ചാടി കളിക്കണോ? ആണല്ലേ. അമ്മ വീട്ടിലാണ്, അമ്മ പോകുന്നില്ല. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്, ജലദോഷം പനി ആയതുകൊണ്ട് അമ്മ പോകുന്നില്ല. മാസ്ക് ഊരിയിട്ട് ടാറ്റ കാണിക്കൂ. ഹലോ ഗായ്സ് എന്നറിയും. അല്ലുമോൻ അത് കണ്ട് ചിരിക്കുകയാണ്. പപ്പനോട് ബലൂൺ കാണാൻ പറയും. ബലൂൺ കാണാൻ എന്താ വേണ്ടേ പറയ്. പപ്പന്റെ അടുത്ത് പറയും എന്താ വേണ്ടേ. ക്ലിപ്പ് മതി, ഓക്കെ ക്ലിപ്പ് മതി. ടാറ്റ എടുക്കുന്നല്ലേ. അതൊക്കെ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്കൊന്നും കയറുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് കാർണിവലൊക്കെ കണ്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കയറുന്ന എൻട്രൻസ് ഇങ്ങനെയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അത് അവിടുന്ന് യന്ത്രൂഞ്ഞാൽ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാളെ ഞാനും എൻ്റെ അനിയനും കസിൻസും എല്ലാവരും കൂടി ആയിരുന്നു പോയത്. അപ്പോൾ ഇന്ന് ഞാനും ഏട്ടനും ദച്ചും അല്ലു, ഇത് ഏട്ടൻ്റെ കസിൻ ബ്രദറാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ വീഡിയോ കണ്ടവർക്ക് അറിയാം, തീരെ തിരക്കില്ലായിരുന്നു. നമ്മളിത് ചന്തയിൽ തന്നെയാണോ വന്നത് എന്ന് ഡൗട്ടായിപ്പോയി. പക്ഷേ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അല്ലുവിനെ കൊണ്ട് ഈ ആകാശത്തോണീൻ്റെ മിനി ഇതിൽ കയറണം എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പേടി ചെയ്തുകൊണ്ട് ഞങ്ങൾ കയറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ കയറാൻ പോവാണ് കേട്ടോ. അതാകുമ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ കയറാമല്ലോ. ഏട്ടൻ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങളിത് ട്രെയിനിൽ കയറിയിരിക്കുന്നതാണ്. വെച്ചുണ്ട് അപ്പോഴത്തേക്ക് ആ സീറ്റിൻ്റെ അതൊക്കെ വായിലിടാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇത് ആകാശത്തോണി യന്ത്രൂഞ്ഞാലും ഒക്കെ നന്നായിട്ട് കാണാം. ആ സൈഡിൽ കണ്ടില്ലേ, അത് ഇതിൻ്റെ പണിക്കാരെ ടെൻറ്റ് കെട്ടിയിട്ട് അവർ കിടക്കുന്ന ആ ഒരു സംഭവമൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ട്രെയിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നേരെ പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ വളയുന്ന സമയത്താണ് അവർ നല്ല സ്പീഡ് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി ഞങ്ങളിതാ താഴെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കസിനും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അല്ലുമോൻ ഇതാ സൈഡിൽ അവരുടെ അടുത്തൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അവൻ അങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് കമ്പനി കിട്ടിയാൽ അതാ കണ്ടില്ലേ, പിന്നെ അവരെ വിട്ടുപോരില്ല, അവരുടെ കൂടെ അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇതാ ഈ സംഭവമില്ലേ, ചൂരലിൻ്റെ സംഭവം വെച്ചിട്ട് എറിഞ്ഞ് ഓരോ സാധനം എടുക്കുന്ന അത് കണ്ടപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുക, ഏട്ടാ ഒന്ന് വന്ന് എറിഞ്ഞു നോക്ക്, അതാ നമുക്ക് കിട്ടിയാലോ. പോയാൽ ഒരു 50 രൂപ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാലോ. അവിടെ കുറേ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടതാ 6 ചൂരൽ കിട്ടിയിട്ടുണ്ട്. 6 5 ചൂരൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ എറിയാൻ പോവാണ് കേട്ടോ. ഫസ്റ്റത്തെ തന്നെ പോയിട്ടുണ്ട്. സാറിൽ നമുക്ക് അടുത്ത നോക്കാമെന്ന് പറഞ്ഞാൽ അടുത്തതും എറിയുന്നുണ്ട്. അടുത്തതും കിട്ടിയില്ല. അങ്ങനെ ഈ സൈഡ് നന്നല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിന്ന് എറിയാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് കറക്റ്റ് ഉന്നം കിട്ടുന്നു. അങ്ങനെ അവിടെ നിന്ന് എറിഞ്ഞതും ഒന്നും കിട്ടിയില്ല. വീണ്ടും വീണ്ടും എറിയുന്നുണ്ട്, പക്ഷേ എന്തായാലും ഇത് പൈസ പോകുമെന്ന് എനിക്ക് ഉറപ്പായിനി. അങ്ങനെ ലാസ്റ്റുള്ള ഒന്നും കൂടെ എറിഞ്ഞപ്പോഴത്തേക്ക് അതും കൂടെ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് പൈസയൊക്കെ പോയി കീശയൊക്കെ കാണിച്ചിട്ട് ഏട്ടൻ വരുന്നുണ്ടേ. കണ്ടില്ലേ, പോക്കറ്റിലൊന്നുമില്ല എനിക്ക് കാണിച്ചു തരാം. ഞാൻ കാരണമാണല്ലോ ഒരു 50 രൂപ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം അതിൽ നടന്നു, കുറേ പേരെ കണ്ടു. കാരണം ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ. പിന്നെ ഞങ്ങൾ കുറച്ച് ചെറിയ റീലൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇതിലെല്ലാം നടന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.